ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയോ അല്ലെങ്കിൽ എഐയുടെ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഒരു എഐ ഹബ്ബാക്കി മാറ്റും, ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ ലോകത്തെ അറിയിക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രാവശ്യം പലയിടങ്ങളിൽ പറയാറുണ്ട്. എന്നാൽ ഇതേ എഐ ഉപയോഗിച്ച് സർക്കാരിനെ വിമർശിച്ചാൽ ഇതെല്ലാം മാറും. എല്ലാം ഡിജിറ്റൽ ആകണം എന്ന് പറയുന്ന സർക്കാർ തങ്ങൾക്കെതിരെയുള്ള എഐ ആക്ഷേപഹാസ്യ വീഡിയോകൾ ബ്ലോക്ക് ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കോൺഗ്രസിന്റെ എത്തരത്തിലുള്ള വീഡിയോകളാണ് സർക്കാർ ബാൻ ചെയ്തത്? നമുക്ക് കൂടുതൽ തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസ് പുറത്തിറക്കിയ 9ഓളം എഐ നിർമ്മിത വീഡിയോകൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തു എന്നാണ് AICC സോഷ്യൽ മീഡിയ വിഭാഗം അധ്യക്ഷ സുപ്രിയ ശ്രീനേത് ആരോപിക്കുന്നത്. ഈ വീഡിയോകളെല്ലാം തന്നെ എഐ നിർമ്മിതമെന്ന വ്യക്തമായ ഡിസ്ക്ലൈമറോട് കൂടിയാണ് പുറത്തിറക്കിയതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ദേശീയ സുരക്ഷ, വിദേശ നയം, കോർപ്പറേറ്റുകളുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഊന്നിയാണ് ഈ ആക്ഷേപഹാസ്യ വീഡിയോകൾ നിർമ്മിച്ചത്. ഇതിനെല്ലാം IT നിയമം ഉപയോഗിച്ചാണ് സർക്കാർ റിമൂവ് ചെയ്തത്. BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അവിടുത്തെ പോലീസും ചേർന്നാണ് ഇത് നടത്തിയെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം നിലനിൽക്കുന്നത്. ഡൽഹിയിൽ അന്താരാഷ്ട്ര എഐ സമ്മിറ്റുകൾ സംഘടിപ്പിക്കുകയും എഐ സാങ്കേതിക വിദ്യയെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന അതേ മന്ത്രാലയം തന്നെയാണ് ഇത്തരം വീഡിയോകൾക്കെതിരെ വാളെടുക്കുന്നത്. ഒരു വശത്ത് പ്രധാനമന്ത്രി മോദി എഐയെ പ്രോത്സാഹിപ്പിക്കുന്നു, മറുവശത്ത് അത് ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ അടിച്ചമർത്തുന്നു. ആക്ഷേപഹാസ്യം എന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. മിമിക്രിക്കും കാർട്ടൂണും കിട്ടുന്ന അതേ അവകാശം തന്നെയാണ് എഐ ആക്ഷേപഹാസ്യ വീഡിയോകൾക്കും ലഭിക്കേണ്ടത്. പക്ഷെ ഇത്തരത്തിൽ വീഡിയോകൾ ഉണ്ടാവുമ്പോൾ അത് അപകീർത്തിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. വീഡിയോകൾ നീക്കം ചെയ്യുക മാത്രമല്ല, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ടീമിലെ യുവ പ്രവർത്തകരെ പോലീസ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും സുപ്രിയ ശ്രീനേത് ആരോപിച്ചു. സഹയോഗ് എന്ന പുതിയ പോർട്ടൽ വഴി മന്ത്രാലയങ്ങൾ നേരിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വീഡിയോകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ പറയുന്നു. സാങ്കേതിക വിദ്യ എന്നതൊരു ആയുധമാണ്. അത് സർക്കാരിന്റെ നേട്ടങ്ങളെ വിളിച്ചു കാട്ടാൻ ഉപയോഗിക്കുമ്പോൾ വിപ്ലവമെന്നും, എന്നാൽ സർക്കാരിന്റെ തെറ്റുകൾ പറയാൻ ഉപയോഗിക്കുമ്പോൾ അത് മോശമെന്നും പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? എഐയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നവർ വിയോജിക്കാനുള്ള അവകാശത്തെയും മാനിക്കണ്ടേ? സർക്കാർ ഇതിനെതിരെ എങ്ങനെ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എഐ ഒരു മുഖ്യ വിഷയമാകുന്നതിൽ യാതൊരു സംശയവുമില്ല.